ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതേ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വരുമ്പോഴുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ സാധാരണ ഇങ്ങനെ എടുക്കാറില്ലല്ലോ, വല്ലപ്പോഴും എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, റോട്ടിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് മനുവിനൊക്കെ എണീക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ചെടിയിൽ നിന്നൊരു പൂവിൻ്റെ മുട്ടൊക്കെ വിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റിരിക്കുന്നു. ഇന്ന് 6 മണി സമയത്താണ് ഇപ്പോൾ ഈ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുപ്പിയിലേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ സാധനമാണ് കേട്ടോ, അപ്പൂസിൻ്റെ കളിക്കുന്നൊരു കളിപ്പാട്ടാണിത് കേട്ടോ. കൂണാണിത് കേട്ടോ, മഷ്റൂമില്ലേ, മഷ്റൂം അതാണിത്, കിലുങ്ങുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ആ ലൈവിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കണതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അപ്പൂസ് എണീറ്റാലോ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടെന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുപോയി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും ആൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഇനി അത് എണീറ്റ് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുവയ്ക്കാനെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങും ഒരു സവാളയൊക്കെ എടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ ഒരു തുള്ളി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് അതൊക്കെ വേവണ സമയം കൊണ്ട് നമ്മൾ ചപ്പാത്തിക്ക് ഉള്ളതൊക്കെ കുഴച്ച് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതുപോലെ അപ്പൂസ് അപ്പോഴേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളടുത്തൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത് വേറെ പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് മൈദ ചേർത്തിട്ടുള്ള പൊടിയാണെന്ന് തോന്നുന്നത് കേട്ടോ. അത് കുഴച്ചിട്ട് ശരിയാവുന്നില്ല, പരത്തിയിട്ട് ശരിയാവുന്നില്ല, ചുട്ടിട്ട് ശരിയാവുന്നില്ല കേട്ടോ. കണ്ടില്ലേ, എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒഴിക്കുന്ന എണ്ണ അതുപോലെ കുടിക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഏതായാലും പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്തോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ ചെയ്തു കേട്ടോ. സാധാരണ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാറില്ല, നല്ല പൊടിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്ക് ഒന്ന് ചുട്ട് കൊടുത്തതിന് ശേഷം അതേ അടുപ്പിലേക്ക് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കറി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ നന്നായിട്ട് കയ്യിൽ ഉപയോഗിച്ച് കുക്കറിൽ വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനിത് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. കറിവേപ്പില ചേർക്കാം, അതുപോലെ പച്ചമുളക് ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം, അതുപോലെ വറ്റൽമുളക് ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മളുള്ളതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ഓരോ രീതിയിൽ അങ്ങനെ പരീക്ഷിക്കുമല്ലോ. അതാണ് നമ്മളുടെ വീട്ടിലുള്ള വീട്ടമ്മമാരുടെ ഓരോ കാര്യങ്ങൾ കേട്ടോ, നമ്മളെല്ലാം പരീക്ഷിക്കും. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ചപ്പാത്തിയും കറിയും കൂട്ടി കഴിച്ചു. പക്ഷേ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തി. പിന്നെ ഇതാണ് പൂവ് വിരിഞ്ഞത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പൂവ് അപ്പോൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അത് വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ചട്ടി ഒന്ന് വീണിട്ട് അതിലുള്ള ചെടികളൊക്കെ താഴെ വീണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ അവിടെ കഴിയട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് കുളിക്കുന്ന സമയത്തൊന്ന് താളി തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തലയിൽ ചെമ്പരത്തി ഇലയും പൂവും ചേർത്തിട്ടുള്ള താളി കുറേ ദിവസമായി തേച്ചിട്ട്. അപ്പോൾ ഞാനിത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ തേക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഒന്ന് തേച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലയിൽ ചളി ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മുടിയൊക്കെ ഒന്ന് ഒരം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഷാമ്പു ഉണ്ട് കേട്ടോ. പക്ഷേ ഷാമ്പു ഞാനങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെമ്പരത്തി പൂവുള്ള ഇലയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ചൂടും വേനലും വെയിലും ഒക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒന്നുണ്ട്, നടന്നാൽ തന്നെ പൊടി പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷമാണ്
ഞാനത് കപ്പലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി പിഴിയില്ലേ, അങ്ങനെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് കൊടുക്കണില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഞെരടി പിഴിയുമ്പോൾ തന്നെ അത് അത്യാവശ്യം ശരിയാവും കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ അതിൻ്റെ ചണ്ടി കളയും. പിന്നെ കുറച്ച് ചണ്ടിയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ പുറത്തേക്ക് പോണവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയിൽ ചിലപ്പോൾ അതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കണം, നല്ലതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും പോകണില്ലല്ലോ, ഇനിയിപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് കൈ കൊണ്ട് തട്ടിക്കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ മഴ വരുന്നുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ തുള്ളിയിടുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറും ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നേരെ കുളി കഴിഞ്ഞ് അപ്പം തന്നെ ഇതേ മനുവിനോടാണ് ഫോണൊക്കെ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞത് കേട്ടോ. മനുവിനോട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തുതരാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ അതേ മുരിങ്ങയൊക്കെ തെഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തെഴുത്തതൊക്കെ ഞാനിപ്പോൾ പൊട്ടിച്ചിട്ട് അത് വലുതാവുന്നതിന് മുന്നേ തന്നെ ഞാനതൊക്കെ തീർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അടിയിലാണെങ്കിൽ തേങ്ങ പൊളിച്ച ചകിരി മുഴുവൻ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ശരിക്കും എനിക്ക് മുരിങ്ങ പറിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല, എത്തണില്ല കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ മുഴുവൻ തേങ്ങ പൊളിച്ച ചകിരി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതല്ല കേട്ടോ, അവിടെ വെച്ചിട്ടാണ് പൊളിച്ചിട്ടുണ്ടായിരുന്നത് വെയിലായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ മാക്സിമം എനിക്ക് കിട്ടുന്നതൊക്കെ പറിച്ചെടുത്തു കേട്ടോ. പിന്നെ അപ്പുറത്തുണ്ടായിരുന്നു, അതും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ പറിച്ചെടുത്ത് വന്നതിന് ശേഷം പിന്നെ അതൊക്കെ ഞാൻ ഓരോന്ന് വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ ഒഴിച്ച് വെക്കാമെന്ന്, തണുപ്പ് പോയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മാറ്റി ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസും ഇവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴേക്കും ഏട്ടൻ വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം, മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും കേട്ടോ, മറന്നു പോവുകയോ പിന്നെ അതുപോലെ നല്ലോണം മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെള്ളം വീഴുന്നുണ്ടെങ്കിൽ ഓടായതുകൊണ്ടേ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെള്ളം വീഴും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നോക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം അടുക്കളയത്തെ പണി തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മുരിങ്ങയൊക്കെ ഒന്ന് ഊരിയെടുക്കുകയാണ്. ഇപ്പോൾ ഈ മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല പോഷകങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണല്ലോ ഈ മുരിങ്ങ എന്ന് പറയുന്നത്. കണ്ണിനായാലും മുടിക്കായാലും ഒക്കെ നല്ലൊരു സംഭവം തന്നെയാണ് മുരിങ്ങ കേട്ടോ. ഞാൻ പണ്ട് മുതലേ മുരിങ്ങ കൂട്ടാറുള്ള ഒരാളാണ്, ചെറുപ്പം മുതലേ മുരിങ്ങ കൂട്ടാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ സ്കൂൾ വിട്ട് വരുന്നൊരു സമയമാകുമ്പോൾ എന്ത് കറി ഉണ്ടെങ്കിലും അതേ എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടല്ലോ, അമ്മമ്മ, ആ അമ്മമ്മ എനിക്ക് കഞ്ഞി വെള്ളത്തിൽ മുരിങ്ങ താളിച്ച് തരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് കറി ഉണ്ടെങ്കിലും അതേ എനിക്കിത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 2 ഇല്ലിയൊക്കെ ഉണ്ടാവുള്ളൂ, ഞാൻ 2 ഇല്ലി വെച്ചിട്ട് എനിക്ക് കറി ഉണ്ടാക്കി തരും കേട്ടോ. എന്നിട്ട് ഞാൻ സ്കൂൾ വിട്ട് വരുന്നൊരു സമയത്ത് ചോറിന് ആ ചൂടുള്ള കറി അങ്ങനെ കഴിച്ചിട്ടാണ്. അരിമണിയാണ് ഇടുക കേട്ടോ, വേറെ ഒന്നും ഇടില്ല. അരിമണി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അരിമണി ഇട്ടിട്ട് അത് ഉണ്ടാക്കി തരിക ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ ചൂടോടെ ഞാനത് കഴിക്കും കേട്ടോ. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും അറിയാം കേട്ടോ. എനിക്ക് അമ്മമ്മേനെ ഓർക്കുന്ന സമയത്ത് ആ ഒരു കാര്യമാണ് എപ്പോഴും ഓർമ്മ വരിക കേട്ടോ. ഞാൻ എന്ന് സ്കൂൾ വിട്ട് വരികയാണെങ്കിലും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. 2 ഇല്ലി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആ മരത്തിൽ നിന്ന് അമ്മമ്മയ്ക്ക് മാത്രമേ മുരിങ്ങ പൊട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം അതൊരു ചെറിയ മരമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വേറെ ആരും മുരിങ്ങ പൊട്ടിക്കാൻ അമ്മമ്മ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഞാൻ വരുന്ന സമയത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഓരോന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ മരം മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ വലിയ മരമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് അച്ഛൻ മുരിങ്ങ പൊട്ടിച്ച് തരാറുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു, കാരണം അമ്മയൊന്നും ആ സമയത്ത് വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ അമ്മ ഒക്കെ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ ഒരു നേരാവില്ലേ. അപ്പോൾ അങ്ങനെ അമ്മമ്മയാണ് ഒക്കെ ചെയ്തു തരാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മുരിങ്ങയൊക്കെ റെഡിയാക്കി വെച്ച് കറിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തേങ്ങയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ മുരിങ്ങ ഒരുപാട് വേവേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് മുരിങ്ങയൊക്കെ വെന്ത സമയത്ത് ഒന്ന് തേങ്ങയും നമ്മൾ ഉള്ളിയും ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം ഒന്ന് തിളയ്ക്കണം. അങ്ങനെ തിളച്ചപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, വത്തൽ മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വത്തൽ മീനും കൂടെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വത്തൽ പൊരിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്കത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇന്ന് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.